ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? വെള്ളരിക്ക, അതായത് ചെറിയ കുക്കുംബർ കൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നോളൂ അമ്മക്കൂടിലേക്ക് വിശദമായി നമുക്ക് കണ്ടിട്ട് വരാം. അതിനായി 2 വലിയ കുക്കുംബർ ഞാൻ എടുത്ത് വൃത്തിയായി കഴുകി കൊണ്ടുവന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈ കുക്കുംബറിനകത്തുണ്ടല്ലോ ഒരുപാട് ഫൈബറും പൊട്ടാസ്യവും മഗ്നീഷ്യം അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. വെള്ളരിക്ക നമുക്കുണ്ടല്ലോ BP ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ് വെള്ളരിക്ക. വെള്ളരിക്കയുടെ നീര് മുഖത്തിടുന്നതും ചർമ്മം തിളക്കമുള്ളതാക്കാൻ സഹായിക്കും. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതായത് ചോറിനും ഒക്കെ പറ്റിയ, ചോറിന് ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളരിക്കയൊക്കെ നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഫ്രഷ് വെള്ളരിക്ക എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അരയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറച്ചെടുത്താൽ മതി. അത്യാവശ്യം മല്ലിയിലയൊക്കെ നന്നായിട്ട് ഫുഡിലേക്ക് ഉൾപ്പെടുത്തി കഴിക്കുന്നുള്ളവർ കുറച്ച് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഈ 1.5 കുക്കുംബറാണ് എടുക്കുന്നത്. പകുതി ഞാൻ മാറ്റുക, കാരണം അത്യാവശ്യം വലിപ്പമുള്ള കുക്കുംബർ ആയതുകൊണ്ട് 1.5 എടുക്കുന്നുള്ളൂ. ബാക്കി കുക്കുംബർ മാറ്റി വെക്കുവാണ്. ഇനി നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഒരുപാട് കുരുകുരാന്ന് അരിയണമെന്നില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്താരും പോവരുത്, മുഴുവനായിട്ട് കണ്ടോളൂ. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 കൈപ്പിടി നിറച്ചും തേങ്ങ ചിരവിയതെടുക്കുന്നുണ്ട്, തേങ്ങാപ്പീര. അതുപോലെ ഇതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നുറുക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാൻ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മല്ലിയില. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടെ ആ കുക്കുംബറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് തൈരെടുക്കാം. നല്ല കട്ട തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു 400 ml തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ തൈരിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊണ്ടുവരണം. മല്ലിയില ആരും സ്കിപ്പ് ചെയ്യണ്ട. മല്ലിയില നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഡിഷിന് തരുന്നത്. മല്ലിയിലയുടെ ചുവ ഇഷ്ടമല്ല എന്ന് കരുതി മാറ്റരുത്. അത് നമ്മുടെ ഡയറ്റിൽ നല്ലതുപോലെ ഉൾപ്പെടുത്തണം. ഓരോരോ ഭക്ഷണ സാധനത്തിൽ, അതായത് സൂപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മല്ലിയില ചേർത്ത് കഴിക്കണം. മല്ലിയിലയുടെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം. ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. മല്ലിയില ഈ ഇതുപോലെ ചേർത്തൊക്കെ കഴിഞ്ഞ് ഡിഷൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു രുചി നമുക്ക് അറിയത്തില്ല. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഈ കുക്കുംബറിനകത്തോട്ട് നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉണ്ടല്ലോ ഈ മല്ലിയില നമ്മുടെ ഫുഡിൽ ഉപയോഗിക്കുമ്പോൾ, അതായത് പരിപ്പ് കറിയിലും ഒരുവിധപ്പെട്ട കറികളിലൊക്കെ നമുക്ക് ചേർത്ത് ഉപയോഗിക്കാം. ചിക്കൻ കറി അങ്ങനെയുള്ള കറികളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്ന പ്രശ്നത്തിന് ഒരുപാട് പ്രയോജനം തരുന്നുണ്ട്. ഈ മല്ലിയില നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ കേട്ടോ. അതും കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് വീണ്ടും വന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും കട്ടി നമുക്ക് വേണ്ട. കട്ടി വേണമെന്നുള്ളവർ ഇങ്ങനെ കഴിക്കാം. ഈ ഡിഷിന് നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, മിക്സിയുടെ ജാറുണ്ടല്ലോ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും കുക്കുംബറും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി നല്ല ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യുന്നില്ല, ചൂടാക്കുന്നില്ല. അതിന് നമ്മൾ അവിടെ വേറൊരു ബൗളിൽ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു വറതാളിച്ച് കൊടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 3/4 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, അതുപോലെ ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും 3 വറ്റൽമുളക്, ഇനി ഒരു കൈപ്പിടി നിറച്ചും നമ്മുടെ സ്വന്തം കറിവേപ്പില. അപ്പോഴേക്കും ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോഞ്ഞ് ആകെ നാശമാകും.
ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ വെള്ളരിക്ക തേങ്ങാക്കൂട്ട് ആ മിശ്രിതത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കേരളത്തിലെ റെസിപ്പി അല്ല, ഇത് നമ്മുടെ കർണാടകൻ റെസിപ്പിയാണ്. ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരൊക്കെ കൂടിയാണ് നമ്മളിവിടെ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആന്ധ്രാക്കാരുണ്ട്, പിന്നെ കർണാടകയുണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കർണാടകക്കാരി കൂട്ടുകാരി എനിക്ക് തന്നൊരു റെസിപ്പിയാണിത്. ഇത് അവർ തമ്പുളി എന്നാണ് പറയുന്നത്. മാങ്ങ കൊണ്ടും അവർ ഇതുപോലുള്ള വെറൈറ്റി ഇങ്ങനത്തെ തമ്പുളി റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.